അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ 3 സൂപ്പറായിട്ടുള്ള പുഡിങ്ങാണ്. മൂന്നും 3 ടൈപ്പാക്കിയിട്ട് നല്ല അടിപൊളി പുഡിങ്ങാണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും. എന്തായാലും ഒരു ടൈമെങ്കിലും ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. എന്തെങ്കിലും പാർട്ടികൾ ആവശ്യങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ ഈ ഒരു പുഡിങ് തന്നെ ഉണ്ടാക്കും. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യത്തെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു അരക്കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരമൽ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകരുത്. ചെറിയ ഇതിലിട്ട് അങ്ങനെ അങ്ങ് വെച്ചാൽ തന്നെ അത് മെൽറ്റായിട്ട് അങ്ങ് കാരമലായി വന്നോളൂ കേട്ടോ. അപ്പം നമ്മുടെ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരമൽ അവിടെ നാട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വാനില കസ്റ്റാർഡ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പാൽ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട ഉണ്ടാവരുത് കേട്ടോ, കട്ടയില്ലാതെ നോക്കണേ. അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളെ കാരമലൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കാരമലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ 2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇങ്ങനെ കാരമലിലേക്ക് ഈ പച്ച പാൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടിയ പോലെ കണ്ട് പേടിക്കുകയൊന്നും ചെയ്യേണ്ട. അത് നന്നായിട്ട് അങ്ങ് മെൽറ്റായിക്കോളൂ കേട്ടോ ചൂടാകുന്ന സമയത്ത്. അപ്പോൾ ഇത് ഏകദേശം നന്നായി എല്ലാം മെൽറ്റായിട്ട് നന്നായി കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ തിളച്ച പാലിലേക്ക്, അതായത് ഈ കാരമലിൻ്റെ കൂട്ടിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുമ്പോൾ എന്നും ചെറിയ തീയിലിട്ടിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം പാലൊന്ന് തിളക്കണം. തിളച്ച ശേഷമാണ് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാവൂ. അപ്പോഴേ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കുറുകി കിട്ടും. അപ്പോൾ കൈവെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്തായിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അതെന്തായാലും അതിൻ്റെ ഒരു സ്വഭാവമാണ്, അതൊന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് നമുക്കൊന്ന് നല്ല ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബീറ്റർ വെച്ചിട്ടോ, അല്ലെങ്കിൽ ടൈറ്റ് കൂടുതലാണെങ്കിൽ ബീറ്ററോ മറ്റോ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആവും. ഇത് കണ്ടിപ്പോൾ ഞാനിപ്പോൾ തണുത്ത ശേഷമുള്ള കസ്റ്റാർഡാണ് കേട്ടോ ഇത്, കാരമൽ കസ്റ്റാർഡ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് നല്ല മിക്സാക്കി എടുക്കാം. നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഫ്രൂട്ട് കേക്ക് വെച്ചിട്ടാണ്. കേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രൂട്ട് കേക്കാണ് ഇതിൽ ഞാൻ വെക്കുന്നത്. പുഡിങ്ങിന് ഒരു ബേസായിട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റുള്ള ഫ്രൂട്ട് കേക്കാണ്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്, ഞാനത് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റാർഡിലേക്ക്, ഈ കാരമലിൻ്റെ കസ്റ്റാർഡിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആ കാരമൽ നേരത്തെ ആകുന്ന സമയത്ത് കുറച്ച് അതിൽ നിന്ന് കോരി മാറ്റി വെച്ച ഒരു ഇതായിരുന്നു. നമ്മൾ കസ്റ്റാർഡ് ചേർക്കുന്നതിനെക്കാട്ടി മുന്നേ കോരി വെച്ചതാണ്. പാലും കസ്റ്റാർഡിൻ്റെ മിൽക്കും കൂടി മാത്രമല്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കേക്ക് കട്ട് ചെയ്ത് വെക്കുകയാണ്. കട്ട് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് സോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്കല്ലേ, നമ്മുടെ ആ ഒരു ഫ്രൂട്ട് കേക്ക് ഒന്ന് സോക്കായി കിട്ടണം അടിഭാഗം. അതിന് വേണ്ടിയിട്ട് ആ ഒരു കാരമലിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ നമുക്കിത് സെറ്റാക്കി വെക്കാം. ഇതൊരു ഓവൽ ഷേപ്പ് പാത്രമാണ് ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നത്. കേക്ക് നമുക്ക് പീസാക്കി കട്ട് ചെയ്തത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ആക്കാഞ്ഞത് ഭയങ്കര ലോങ് ആയി പോകുന്നുണ്ടാണ് വീഡിയോ. ഇത് നമുക്ക് ടീ കേക്കായാലും വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ഈ കേക്ക് നിരത്തി വെച്ച ശേഷം നമ്മൾ ആ ഒരു മിക്സ് സ്പൂൺ കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴെല്ലായിടത്തും ഒരുപോലെ നമുക്കിത് നനച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൈ കൊണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചില ഭാഗത്ത് കൂടുതലങ്ങ് ഒഴിച്ചു പോകും, ചില ഭാഗത്ത് തട്ടിയിട്ടില്ല എന്നും വരും. അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ടാകുമ്പോൾ നമുക്കത് ലെവലായിട്ട് എല്ലാവരും ഒരുപോലെ ആക്കാൻ പറ്റും.
അപ്പോൾ അതൊന്ന് സോക്കായ ശേഷം നമുക്ക് ഈ ക്രീം ഒന്ന് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. ഇതിൽ കാണുമ്പോൾ ഒരു വൈറ്റ് ക്രീം പോലെ ഉണ്ട്, പക്ഷേ ശരിക്കും ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഇതിന്. കാരമലിൻ്റെ ഒരു കസ്റ്റാർഡ് ആണ് ഇത്. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിലുള്ള ശരിക്കുള്ളത് കാണാൻ. വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. രണ്ടാമത്തെ ലെയറിൽ നമുക്കിങ്ങനെ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതൊന്ന് നനച്ച് കൊടുക്കുക. ആ ഒരു മിക്സ് കൊണ്ട് തന്നെ നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ആ ക്രീം വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആകാനായിട്ടുണ്ട്. പിന്നെ ഇതൊരു തണുപ്പിച്ചിട്ട് ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. പിറ്റേന്ന് രാത്രിക്ക് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത് പാലൊക്കെ ഇങ്ങനെ ആ ഒരു മിക്സൊക്കെ നനച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ആ ക്രീമോടെ ഇട്ട് നമുക്കിതിന് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ട് ഡെക്കറേഷൻ. പിന്നെ കുറച്ച് ബദാമും പിസ്തയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഫ്രൂട്ട് കേക്കാണല്ലോ അടിയിൽ കൊടുത്തിട്ടുള്ളത്, പക്ഷേ കുറച്ചൊരു ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ കേക്കിയുടെ എല്ലാം കൊണ്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ആക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണേ. ഇഷ്ടമായിട്ടുള്ള ഒന്നൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഒന്നൊരു ലൈക്ക് തരണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഡെക്കറേഷനെല്ലാം ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ബദവും പിസ്തയൊക്കെ ഇട്ടിട്ട് ഒന്ന് അലങ്കരിക്കുന്നു. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ മേലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട് കേക്കിൽ നമ്മൾ ബേസായി കൊടുക്കുന്നത്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ തൽക്കാലം ബായ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പുഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മാംഗോ കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ ഒരു 2 കപ്പോളം പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മിൽക്ക് മേഡ് വേണമെങ്കിൽ അങ്ങനെ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഷുഗറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച മാംഗോ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അത് ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ അടപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെറുത് മതി. ചെറിയൊരു മൂടിനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ബ്രെഡിൽ നിന്നൊരു 4 എണ്ണം ഏകദേശം കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് അത് നന്നായി ചെറിയ കഷ്ണമായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിന് കുറച്ചെടുത്തിട്ട് ആ മാംഗോൻ്റെ പീസസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡിൻ്റെ ഇടയിൽ ഇതൊരു ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് അതിൽ ഞാൻ മിക്സായി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബേസിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കസ്റ്റാർഡൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പുളി ടേസ്റ്റായി പോകും. അപ്പോൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ഈ കസ്റ്റാർഡിലേക്ക്. അപ്പോൾ കസ്റ്റാർഡും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി നല്ലൊരു ക്രീമാക്കി എടുക്കാം നമുക്ക്. പിന്നെ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക, അപ്പോൾ കുറച്ച് പാൽ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഈ ഒരു പുഡിംഗ് നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കേണ്ട, പിന്നെ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലധികം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു
പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലും പഞ്ചസാരയും ചേർത്തിട്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക്. പിന്നെ അടുത്തതായിട്ട് ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് മറ്റൊരു പീസിനെ കൊണ്ട് കവർ ചെയ്ത് നമുക്ക് ഈ ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാ ബ്രെഡിൻ്റെ പീസസും ഒന്നെടുത്ത് മറ്റൊന്നിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്, മാങ്ങ എടുക്കുന്നത് നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പുളി ടേസ്റ്റായി പോവും, നമ്മൾ ഈ പുഡിങ് കൊളായി പോവും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ മൊത്തം എല്ലാം നിരത്തി, അതായത് ഇതിന് ട്രേയിൽ എത്രത്തോളം കൊള്ളുന്നുണ്ട് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ ഒരു കസ്റ്റേർഡിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക്, ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊരു ഓവർനൈറ്റ് വെച്ച് പിറ്റേന്ന് രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്ക്. പിന്നെ ഇതിൽ നല്ല ഇതിൻ്റെ ക്രീമൊക്കെ കറക്റ്റ് ആയിരിക്കണം, ലൂസായി അധികം ടൈറ്റായി പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊന്ന് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. ഇനിയിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പുഡിങ് വരുന്നത് ഒരു കാരമൽ ചോക്ലേറ്റ് പുഡിങ്ങാണ് കേട്ടോ. അടിപൊളി സൂപ്പറായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പുഡിങ്ങും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഏതൊരു പാർട്ടിക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു 5 ചെറിയ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, 5 പാക്കറ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ മുഴുവനും മാറ്റിയെടുത്ത ശേഷം അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ശേഷം ഒരു 4 ടീസ്പൂണോളം ബട്ടർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. പുഡിംഗ് ട്രേ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട്, ഞാൻ ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ട് അമർത്തി അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഇനി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ കൂടെ ചേർത്ത് ഒരു കാരമൽ സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് മെൽറ്റായി വന്നിട്ടുണ്ട് ഷുഗർ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 30 ഗ്രാം ബട്ടറോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ക്രീമായിട്ട് വരും. ശേഷം ഇതിൽ ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 250 ml ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുറുകിയാൽ നമ്മുടെ കാരമൽ സോസ് റെഡിയാവും. ഇനി പഞ്ചസാര കുറച്ച് അഥവാ മെൽറ്റാൻ കുറച്ച് തരി ബാക്കിയുണ്ടെങ്കിലും അത് ഇതിലേക്ക് കിടന്നങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം തേച്ച് ഒരു 250 ml മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിനി അഥവാ 2 ക്രീമും ഇല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കാരമൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 600 ml പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 600 ml പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരമൽ സോസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത് കേട്ടോ. ഷുഗർ കരിഞ്ഞു പോയാൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സാക്കി എടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നോളൂ. പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ ഒന്നിനും പോകരുത്. ഇത് ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് നന്നായി കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കുക. പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇപ്പം തന്നെ ഏകദേശം കുറുകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചെറിയ തീയിലിട്ടിട്ട് ഞാനിത് കുറുകി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പുഡിംഗ് മിക്സ് വരുന്നത്. അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ രണ്ടാമത്തെ ലെയർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്നുകൂടെ കുറുകട ഇത് നമുക്കൊരു മുറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളെ ക്രീം. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റിൻ്റെ അതിൻ്റെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഉറച്ച് സെറ്റായി കിട്ടും കേട്ടോ ഇത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മേലേക്ക് കൊടുക്കാൻ നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ഗണേഷ് തയ്യാറാക്കിയെടുക്കുക. അതിന് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ പുഡിങ്ങിൻ്റെ ആ മിക്സ് ഇവിടെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ഗണേഷ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആ നേരത്തിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ഡെക്കറേഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി. ഈ പുഡിങ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇത് ഒരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതിനും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. അതിന് ശേഷം ഞാനിവിടെ കുറച്ച് വിപ്പിങ് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തതാണ്. അതിനുശേഷം ഞാനൊരു ടൂത്ത് പിക്കിനെ കൊണ്ട് ഇങ്ങനെ ചെറുതെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. വെറുതെ ഒരു ഡിസൈൻ. ഡിസൈനിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തതാണിത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.